മാണിയെ കൊടുക്കാൻ അടൂർ പ്രകാശും ബിജു രമേശും ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് ഫ്രണ്ട് എം. ടി.എൻ. പ്രതാപനും വി.ഡി. സതീശനും യു.ഡി.എഫിനെ തകർക്കാൻ അച്ചാരം വാങ്ങിയവരാണെന്നും ബാർക്കോഴയിൽ ഇരട്ടനീതി നടപ്പാക്കുന്നതിൽ വിഷമമുണ്ടെന്നും യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. ബാർക്കോഴയിൽ കെ.എം. മാണിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന് മാണി ഗ്രൂപ്പ് നേതാക്കൾ ആവർത്തിക്കുന്നതിനിടെ ആദ്യമായിട്ടാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ച മന്ത്രിയുടെ പേര് യൂത്ത് ഫ്രണ്ട് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കൊടുക്കാൻ അടൂർ പ്രകാശും ബിജു രമേശും അടങ്ങുന്ന കൂട്ടാളികൾ ഉണ്ടായിരുന്നു. കേരള യൂത്ത് ഫ്രണ്ട് ബോധ്യപ്പെട്ട കാര്യം ഞങ്ങൾ പറയുന്നു. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കെ.എം. മാണിക്കും മന്ത്രി ബാബുവിനുമെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്നും ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഇരട്ട നീതിയാണെന്നുമാണ് യൂത്ത് ഫ്രണ്ടിന്റെ അഭിപ്രായം. യു.ഡി.എഫിനെ തകർക്കാൻ ഉമ്മൻചാണ്ടി വിരുദ്ധരായ ടി.എൻ. പ്രതാപനും വി.ഡി. സതീശനും അച്ചാരം വാങ്ങിയിരിക്കുകയാണെന്നും യൂത്ത് ഫ്രണ്ട് നേതാവ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങൾ പറയുന്നത് മന്ത്രി കെ ബാബുവിനെതിരെയും പാണ്ടിസാറിനെതിരെയും നടന്നതുപോലെയുള്ള ഗൂഢാലോചന തന്നെയാണ്. അതായത് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി വിരുദ്ധരുടെ ഗൂഢാലോചന. ബാർക്കോഴ വിഷയം തെരഞ്ഞെടുപ്പിൽ ഏശിയില്ലെന്നും യു.ഡി.എഫിലെ പ്രമുഖ നേതാക്കളുടെ മണ്ഡലത്തിലും വാർഡുകളിലും യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ തോറ്റത് പ്രവർത്തനത്തിലെ വീഴ്ചകൾ കൊണ്ടാണെന്നും യൂത്ത് ഫ്രണ്ട് നേതാക്കൾ വ്യക്തമാക്കി. ഇത് വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എം ഏറ്റുമുട്ടലിന് കാരണമായേക്കും.